തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവിനെതിരെയുള്ള പീഡന പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി രാഹുൽ ഗാന്ധിയുടെ മുന്നിലേക്ക് കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചത്. പോക്സോ നിയമപ്രകാരം പോലീസ് കേസെടുത്തിട്ടും പീഡിപ്പിച്ച നേതാവിനെ പാർട്ടി സംരക്ഷിക്കുകയാണെന്നാണ് പെൺകുട്ടിയുടെ പരാതി. വിവരങ്ങളുമായി സുവി വിശ്വനാഥ് ചേരുകയാണ്. സുവി, ഈ പീഡന പരാതിയുമായി ആദ്യം പെൺകുട്ടി കെപിസിസി അധ്യക്ഷനെ സമീപിച്ചിരുന്നു. പക്ഷേ മുല്ലപ്പള്ളി രാമചന്ദ്രനിൽ നിന്ന് കാര്യമായ ഒരു പരിഹാരം അല്ലെങ്കിൽ നേതാവിനെതിരെ ഒരു നടപടിയെടുക്കാൻ പാർട്ടി തയ്യാറായില്ല. ഇതിനുശേഷമാണോ ഇപ്പോൾ പെൺകുട്ടി പരാതിയുമായി രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നത്? ഈ കത്തിൽ പറയുന്ന പ്രധാന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ദിവ്യ, കെപിസിസി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രനെയാണ് ആദ്യം പെൺകുട്ടി പരാതിയുമായി സമീപിച്ചത്. ആ പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇതാണ്: അപകടത്തിൽ കാലിന് പരിക്കേറ്റ് വിശ്രമിക്കുമ്പോൾ വീട്ടിലെത്തിയ യദുകൃഷ്ണ മോശമായി പെരുമാറി എന്നാണ് പരാതിയിൽ പറയുന്നത്. തുടർന്ന് റോഡിൽ വെച്ചും തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു. വാട്സപ്പിലൂടെയും ഫോണിലൂടെയും നിരന്തരം ഭീഷണിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, അപമാനിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നായിരുന്നു പരാതിയിൽ പറയുന്നത്. തുടർന്ന് നിരവധി തവണ പെൺകുട്ടി വലിയ തോതിലുള്ള ഒരു സമ്മർദ്ദം ചെലുത്തിയതിന്റെ ഫലമായി ഒരു അന്വേഷണ കമ്മീഷനെ മുല്ലപ്പള്ളി രാമചന്ദ്രൻ നിയോഗിച്ചു. പക്ഷേ ആ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നും കാര്യമായി പെൺകുട്ടിക്ക് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടാകാത്ത ഒരു സാഹചര്യത്തിൽ പരാതി നൽകി ഇത്രയും ദിവസങ്ങൾ പിന്നിട്ട ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷനെ തന്നെ പെൺകുട്ടി സമീപിച്ചിരിക്കുന്നത്. തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവായ KJ യദുകൃഷ്ണനെതിരെയാണ് പെൺകുട്ടി പരാതി നൽകിയിരിക്കുന്നത്. പ്രധാനമായും പെൺകുട്ടി പരാതിയിൽ രാഹുൽ ഗാന്ധിയോട് പറയുന്നത് ഇതാണ്: തനിക്ക് നീതി വേണം, അധികാര സ്ഥാനങ്ങളിൽ ഇരിക്കുന്നവരാണ് ഈ തന്നെ ഉപദ്രവിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അവരെ പിന്തുണയ്ക്കാൻ വരെ ആളുകളുണ്ട്. മാത്രവുമല്ല, താനൊരു KSU പ്രവർത്തകയാണ്, പാർട്ടിയുടെ ആദർശങ്ങളിലും മറ്റും വിശ്വസിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ പാർട്ടിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾ ഉണ്ടാകുന്നത് വലിയ തോതിലുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടാകുന്നു. പെൺകുട്ടികൾക്ക് കോൺഗ്രസ് പാർട്ടിയിലേക്ക് കടന്നു വരാൻ തന്നെ സാധിക്കാത്ത ഒരു അവസ്ഥയാണ് ഇതുമൂലം ഉണ്ടാകുന്നത് എന്നായിരുന്നു. ഇതേ പരാതി തന്നെയാണ് മുല്ലപ്പള്ളി രാമചന്ദ്രനും നൽകിയിരുന്നത്. അതുകൊണ്ട് തന്നെ കർശനമായ നടപടി സ്വീകരിക്കണം എന്നാണ് പെൺകുട്ടി ആവശ്യപ്പെട്ടിരുന്നത്. മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഭാഗത്തുനിന്ന്, KPCC അധ്യക്ഷന്റെ ഭാഗത്തുനിന്ന് നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ പെൺകുട്ടി കഴിഞ്ഞ മാസം പോലീസിൽ പരാതി നൽകിയിരുന്നു. വലപ്പാട് പോലീസിലാണ് പരാതി നൽകിയത്. പെൺകുട്ടിയുടെ പരാതിയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് എന്ന് മനസ്സിലാക്കിയതിനെ തുടർന്ന് പോക്സോ നിയമപ്രകാരമാണ് പോലീസ് കേസെടുത്തിരിക്കുന്നത്. അതോടൊപ്പം തന്നെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകണം എന്നായിരുന്നു പോലീസിന്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. എന്നാൽ യദുകൃഷ്ണൻ ഒളിവിലാണ് എന്ന വിവരമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതുവരെയും പെൺകുട്ടിയുടെ പരാതിയിൽ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളും നടന്നിട്ടില്ല. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സുവിയിലേക്ക് തിരിച്ചെത്താം. ഇപ്പോൾ CPM പ്രാദേശിക നേതാവ് UP ജോസഫ് ചേരുകയാണ്. ശ്രീ ജോസഫ്, നേരത്തെ തന്നെ PK ശശി MLA അടക്കമുള്ള പീഡന ആരോപണങ്ങൾ ഉന്നയിച്ചപ്പോൾ വലിയ വിമർശനവും പരാതിയുമായി രംഗത്തെത്തിയവരായിരുന്നു കോൺഗ്രസ് നേതാക്കൾ. എന്നാൽ അതേസമയം ഇപ്പോൾ തൃശൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ് അവിടെയുള്ള ഒരു പ്രാദേശിക നേതാവ് യദുകൃഷ്ണനെതിരെ ഇപ്പോൾ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പാർട്ടിക്ക് പരാതി നൽകി മുല്ലപ്പള്ളി രാമചന്ദ്രൻ KPCC അധ്യക്ഷനെ സമീപിച്ചു. എന്നിട്ടും നടപടി ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി അടക്കം സമീപിക്കാനുള്ള അത്തരത്തിൽ ഒരു കാര്യത്തിലേക്ക് കടക്കുന്നത്. എന്താണ് ഇത്തരത്തിലൊരു സംഭവത്തെക്കുറിച്ച് താങ്കൾക്ക് അറിവുണ്ടോ? എന്താണ് പ്രതികരണം? ഏതൊരു പാർട്ടിയും ഇത്തരം ഒരു പ്രശ്നത്തിൽ ഒരു പരാതിയെ വളരെ ന്യായമായും അടിയന്തര പരിഗണനയോടെയും പരിഗണിക്കുകയും അതിന് തീർപ്പാക്കുകയും വേണ്ടതുണ്ട്. ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തെ മുൻനിർത്തിയല്ല ഞാനിത് പറയുന്നത്. ഞങ്ങളുടെ പാർട്ടിയിലെ പ്രവർത്തകരെ സംബന്ധിച്ച് വരുമ്പോഴൊക്കെ ഞങ്ങളുടെ പാർട്ടി സ്വീകരിക്കുന്ന ഒരു സമീപനമുണ്ട്. അതിൽ തെളിവിന്റെയും സാങ്കേതികത്വത്തിന്റെയും പ്രശ്നങ്ങളിലേക്ക് ഞങ്ങൾ പോകാറില്ല. അത്തരം ഒരു ആക്ഷേപത്തിൽ പ്രഥമ ദൃഷ്ട്യാ കഴമ്പുണ്ടെങ്കിൽ മാതൃകാപരമായ സ്വീകരിക്കേണ്ടതുണ്ട്. എല്ലാ പ്രശ്നങ്ങളിലും അത്തരം നടപടി സ്വീകരിച്ചൊരു പാരമ്പര്യമാണ് ഞങ്ങൾക്കുള്ളത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഈ പരാതിയിൽ പ്രാദേശിക നേതൃത്വം മുതൽ സംസ്ഥാന KPCC അധ്യക്ഷൻ വരെ ഈ പ്രശ്നം കണ്ടില്ലെന്ന് നടിക്കാനും ഒതുക്കി തീർക്കാനും ഒരു വേള ഭീഷണിയുടെ സ്വരം ഉൾപ്പെടെ അവരോട് സംസാരിക്കുന്നു എന്നതാണ് അവരുടെ മുമ്പിലുള്ളത്. നിയമപരമായ പരാതിക്ക് ആ പരാതിയിന്മേലുള്ള നടപടികൾ ഗവൺമെന്റ് പോലീസ് സ്വീകരിച്ചു വരുന്നുണ്ട്. ഞങ്ങൾ ഓർക്കുന്നു, മറ്റു ചില അവസരങ്ങളിൽ ഒരു പോലീസ് പരാതിയില്ലാതെ പാർട്ടിക്കകത്ത് മാത്രം ഉന്നയിക്കപ്പെട്ട ഒരു പ്രശ്നത്തെക്കുറിച്ച് പോലീസ് കേസെടുക്കണം, നടപടി സ്വീകരിക്കണം എന്നെല്ലാം ആക്രോശിക്കുമ്പോൾ ആ പ്രശ്നത്തിന്റെ കേട്ടുകേൾവി അടിസ്ഥാനപ്പെടുത്തി ആവശ്യം ഉന്നയിക്കുകയാണ് കോൺഗ്രസ് നിർത്തിയത്. ഇവിടെ കൃത്യമായൊരു പരാതിയുണ്ട്. പരാതിയുടെ അടിസ്ഥാനത്തിൽ നിയമ നടപടികൾ സ്വീകരിക്കപ്പെട്ടു വരുന്നുണ്ട്. രാഷ്ട്രീയമായി ആരുടെ കാര്യത്തിലാണെങ്കിലും അത്തരം കാര്യങ്ങളിൽ ഒരു പെൺകുട്ടിയുടെ, പ്രത്യേകിച്ച് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി
പരാതിന്മേൽ ഉടൻ നടപടി സ്വീകരിക്കാൻ ഇവിടെ തന്നെ കഴിയേണ്ടതുണ്ട്. പഴയ പോലുള്ള ഒരു പാരമ്പര്യത്തിൽ നിന്നും കോൺഗ്രസ് നേതൃത്വം എല്ലാം മാറിപ്പോകുന്നതിന്റെ പ്രശ്നങ്ങളാണെങ്കിലും തീർച്ചയായും പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയാണ്. അതേസമയം ഇയാൾക്കെതിരെ പോക്സോ നിയമപ്രകാരമുള്ള വകുപ്പുകൾ ചുമത്തിയാണ് കേസെടുത്തിരിക്കുന്നത്. എന്നിട്ടും എങ്ങനെയാണ് പാർട്ടിക്ക് ഇയാളെ സംരക്ഷിക്കാൻ കഴിയുന്നത്? ശക്തമായ അല്ലെങ്കിൽ മാതൃകാപരമായ ഒരു നടപടി സ്വീകരിക്കേണ്ടത് തന്നെയല്ലേ? അത് ധാരാളമായി ഇത്തരം പ്രശ്നങ്ങളിൽ കോൺഗ്രസിന്റെ പല നിലവാരത്തിലുള്ള ഇത്തരം ആക്ഷേപങ്ങളുള്ളൂ. കോൺഗ്രസിന്റെ ദേശീയ നേതാക്കളിൽ ചിലർ പോലും ഉൾപ്പെട്ട പ്രശ്നങ്ങൾ മുൻപുണ്ടായിട്ടുണ്ട്. ചുട്ടുകരിക്കപ്പെട്ടവരുടെ, ആക്രമിക്കപ്പെട്ടവരുടെ ഈ തരത്തിലുള്ള പോക്സോ കേസുകളിൽ പ്രതിയായപ്പെട്ട ആളുകളെ അവരെയൊക്കെ സംരക്ഷിക്കുന്ന സമീപനം പലപ്പോഴും സ്വീകരിച്ചിട്ടുണ്ട്. ഇവിടെ നമ്മുടെ ശ്രീമൻ രാജ്മോഹൻ ഉണ്ണിത്താനെ പോലുള്ളവരെ കുറിച്ചുള്ള ഉയർന്നു വന്ന പരാതികളുടെ ഘട്ടങ്ങളിലൊക്കെ നേതൃത്വം എപ്പോഴും സ്വീകരിക്കുന്നത് ഈ തരത്തിലുള്ള സമീപനമാണെന്ന് പരക്കെ ഉണ്ട്. ഇവിടെ പോലീസ് ശക്തമായ നടപടി സ്വീകരിക്കുന്നു, അതിന്റെ പ്രാഥമികമായ എല്ലാ നടപടിയിലേക്കും പോകുന്നു എന്ന് കാണുമ്പോഴും എങ്ങനെ പോലീസ് നടപടിയെ ഒഴിവാക്കാൻ കഴിയും? എങ്ങനെ രാഷ്ട്രീയ തലത്തിൽ പ്രതികൾക്ക് സംരക്ഷണം കൊടുക്കാൻ കഴിയും? ഇരകൾക്കല്ല, പ്രതികൾക്ക് എങ്ങനെ സംരക്ഷണം കൊടുക്കാൻ കഴിയും എന്ന നിലയിലേക്ക് പോകുന്നത് വളരെ വളരെ അപകടകരമാണ്. അത് രാഷ്ട്രീയ പ്രശ്നത്തിന്റെ അപ്പുറത്തേക്ക് സമൂഹത്തിന്റെ ആകെ ഒരു പൊതുബോധത്തിൽ ഇത്തരം ശക്തികൾക്കെതിരായ പൊതുബോധം ഉയർന്നു വരേണ്ടതുണ്ട്. ശരി, നന്ദി UP ജോസഫ് പ്രതികരിച്ചതിന്. ഒരിക്കൽ കൂടി സുവി വിശ്വനാഥിലേക്ക്. സുവി, നേരത്തെ തന്നെ ഈ പെൺകുട്ടി മുല്ലപ്പള്ളി രാമചന്ദ്രനെ സമീപിച്ചിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൽ നിന്നുണ്ടായ ഒരു സമീപനം, ഈ വിഷയത്തിൽ അദ്ദേഹത്തിന്റെ സമീപനം എന്തായിരുന്നു? ഒരു അനുകൂല നിലപാടെടുക്കാൻ കഴിയില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി എന്നൊക്കെ ആ പെൺകുട്ടി പറയുന്നുണ്ടോ? ദിവ്യ, മുല്ലപ്പള്ളി രാമചന്ദ്രനെ സമീപിച്ചപ്പോൾ ഒരു അന്വേഷണ കമ്മീഷനെ ആദ്യഘട്ടത്തിൽ വലിയ തോതിലുള്ള നടപടികളൊന്നും ഉണ്ടായില്ല. പിന്നീട് ഈ പെൺകുട്ടിയുടെ സമ്മർദ്ദം ശക്തമായ ഒരു സാഹചര്യത്തിലാണ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചത്. എന്നാൽ ഈ അന്വേഷണ കമ്മീഷന്റെ ഭാഗത്തു നിന്നും ഇത്രയും ദിവസമായിട്ടും മൊഴിയെടുക്കലും മറ്റും കഴിഞ്ഞുവെങ്കിലും അന്വേഷണ കമ്മീഷൻ അനുകൂലമായ തരത്തിലുള്ള ഒരു റിപ്പോർട്ടും ഒന്നും തന്നെ പുറത്തുവിടാത്ത ഒരു സാഹചര്യമാണ് ഉള്ളത്. ഈ സാഹചര്യത്തിലാണ് പെൺകുട്ടി പോലീസിൽ സമീപിച്ചത്. പോലീസിൽ സമീപിച്ചതോടുകൂടി തന്നെ ഈ കാര്യങ്ങളെല്ലാം നിയമത്തിന്റെ പിന്നെ പെൺകുട്ടി പോലീസിൽ സമീപിച്ചതല്ലേ, നിയമത്തിന്റെ വഴിക്ക് കാര്യങ്ങൾ പോകട്ടെ എന്ന നിലപാടാണ് KPCC നേതൃത്വം തന്നെ സ്വീകരിച്ചത്. അതുകൊണ്ട് പക്ഷേ ഇയാൾ യദുകൃഷ്ണയെ പോലീസിനും അറസ്റ്റ് ചെയ്യാൻ സാധിക്കാത്ത ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുന്നത്. നീതി ലഭിക്കണം തനിക്ക്, അതിനുള്ള അർഹത തനിക്കുണ്ട് എന്ന് തന്നെയാണ് പെൺകുട്ടി പറയുന്നത്. സുവി, ഇതിൽ പോലീസ് അന്വേഷണം മുന്നോട്ട് പോകുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. ആരോപണ വിധേയനായ യദുകൃഷ്ണയെ കുറിച്ചുള്ള വിവരങ്ങൾ എന്തെങ്കിലും ലഭ്യമായിട്ടുണ്ടോ? ഇയാൾ ഇപ്പോഴും ഒളിവിലാണ് എന്നാണോ അറിയാൻ കഴിയുന്നത്? ആരോപണ വിധേയനായ യദുകൃഷ്ണയോട് സംസാരിച്ചപ്പോൾ ഇത് വെറും ഒരു ആരോപണം മാത്രമാണ്, താൻ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ചെയ്തില്ല എന്നാണ് യദുകൃഷ്ണ നമ്മളോട് പ്രതികരിക്കുകയുണ്ടായത്. എങ്കിൽ കൂടിയും നമ്മുടെ ക്യാമറയ്ക്ക് മുമ്പിൽ പ്രതികരിക്കാൻ യദുകൃഷ്ണ തയ്യാറായതുമില്ല. ഒപ്പം തന്നെ എന്നാൽ പോലീസിൽ വലപ്പാട് പോലീസാണ് ഈ സംഭവത്തിൽ കേസെടുത്തിരിക്കുന്നത്. പോക്സോ നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. പോലീസിൽ പറയുമ്പോൾ അന്വേഷണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ പ്രതി ഒളിവിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. സുവി, ഇതിൽ ഈ പെൺകുട്ടി ഉന്നയിക്കുന്ന ഒരു കാര്യം, പാർട്ടിയിൽ നിന്നൊരു നിലപാട് അല്ലെങ്കിൽ ഇയാളെ പുറത്താക്കുകയോ അതിലപ്പുറം ഒരു നിലപാടെടുക്കാൻ പാർട്ടി തയ്യാറായില്ല എന്ന് മാത്രമാണോ? അതിലപ്പുറം ഈ യദുകൃഷ്ണയെ സംരക്ഷിക്കാനുള്ള ശ്രമം വരെ പാർട്ടിയിൽ നിന്നുണ്ടായി എന്ന് പറയുന്നുണ്ടോ? സ്വാഭാവികമായും ഈ പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ, പരാതിയിൽ പറയുന്നില്ല എങ്കിൽ കൂടിയും പെൺകുട്ടിയോട് സംസാരിക്കുമ്പോൾ പൂർണ്ണമായും പാർട്ടിയിൽ നിന്ന് അനുകൂലമായ സമീപനമാണ് യദുകൃഷ്ണയ്ക്ക് വേണ്ടി ലഭിക്കുന്നത്. എന്നാൽ തനിക്ക് ഇത്തരത്തിലുള്ള അനുകൂലമായ ഒരു സമീപനം പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ഈ പെൺകുട്ടി പറയുന്നത്. ഏതായാലും പാർട്ടിയിൽ നിന്നൊരു നടപടിയാണ് താൻ ആദ്യം ആഗ്രഹിച്ചത്. ഇതുണ്ടാകാത്ത സാഹചര്യത്തിലാണ് പോലീസിനെ സമീപിച്ചത്. പോലീസിൽ നിന്നും തനിക്ക് അനുകൂലമായ നടപടികളൊന്നും ഉണ്ടായില്ല. ഒപ്പം തന്നെ പോലീസ് രഹസ്യമൊഴി ഉൾപ്പെടെ മജിസ്ട്രേറ്റിന് മുമ്പിൽ രഹസ്യമൊഴി ഉൾപ്പെടെ ഈ പെൺകുട്ടി നൽകുകയും ചെയ്തിരുന്നു. എന്നിട്ട് പോലും ഒരു അനുകൂലമായ നടപടി അല്ലെങ്കിൽ അറസ്റ്റാണ് ഈ കുട്ടി ഇപ്പോൾ പോലീസിൽ നിന്ന് ആവശ്യപ്പെടുന്നത്. യദുകൃഷ്ണയെ അറസ്റ്റ് ചെയ്യണമെന്നാണ്. എന്നാൽ അതുൾപ്പെടെയുള്ളവ ഉണ്ടാകുന്നില്ല. എങ്കിൽ പാർട്ടിയിൽ നിന്നെങ്കിലും ഒരു നടപടി ഉണ്ടാകണം. അതിനുവേണ്ടിയാണ് അവസാനത്തെ അഭയകേന്ദ്രം എന്ന രീതിയിലാണ് താനിപ്പോൾ രാഹുൽ ഗാന്ധിക്ക് കത്തെഴുതുന്നത് എന്നാണ് കുട്ടി വ്യക്തമാക്കുന്നത്. ശരി സുവി, തൃശൂരിലെ പ്രാദേശിക കോൺഗ്രസ് നേതാവ് യദുകൃഷ്ണയ്ക്കെതിരെയാണ് പീഡന പരാതിയുമായി പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടി രാഹുൽ ഗാന്ധിയെ സമീപിക്കുന്നത്. KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് പരാതി നൽകിയിട്ടും നടപടിയുണ്ടാകാത്ത സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടി പരാതിയുമായി രാഹുൽ ഗാന്ധിയെ സമീപിച്ചിരിക്കുന്നത്. വിവരങ്ങളാണ് സുവി വിശ്വനാഥ് നൽകിയത്.